ഇത് ചന്ദന കൃഷി സാൻഡൽവുഡ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് അത് ഒരു ഏക്കറിൽ ഫാമിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇത്. അപ്പോൾ ഇതെല്ലാം ഗൂഗിളിൽ നിന്ന് ഡേറ്റ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഏക്കറിൽ എത്ര ചെടി നടാൻ പറ്റും, ആ ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ എത്ര വർഷം എടുക്കും, അതിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് എത്ര കിലോ കിട്ടും, ആ ഒരു കിലോയ്ക്ക് എത്ര രൂപ വിറ്റാൽ കിട്ടും എന്നുള്ള അസംഷൻസ് എല്ലാം നെറ്റിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഡേറ്റ പ്രകാരം ഉള്ളൊരു കാൽക്കുലേഷനാണ് ഇത്. അപ്പോൾ ഇപ്പോൾ അസംഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്യണത്. ഒരു ഏക്കറിൽ 430 പ്ലാന്റ് എന്ന് വെച്ചാൽ 10 അടി ദൂരം വെച്ചിട്ട് നമ്മൾ നടുവാണെന്നുണ്ടെങ്കിൽ 430 പ്ലാന്റ് വെക്കാൻ പറ്റും. പക്ഷേ 430 വെക്കുമെങ്കിലും അതിലൊരു 75% മാത്രമേ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ അതൊരു 322 പ്ലാന്റുകൾ വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു അസംഷനിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്ലാന്റിൽ നിന്ന് 10 to 20 കിലോ കിട്ടുമെന്നാണ് പറയണത്. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 12 കിലോ കിട്ടുമെന്നുള്ളൊരു അസംഷനിൽ പോവുകയാണ്. പിന്നെ ഇന്നത്തെ വില ഈ 15,000 തൊട്ട് 25,000 വരെയാണ്. അപ്പോൾ ഇന്നത്തെ കുറഞ്ഞ വില 15,000 ആണ്. പക്ഷേ ഗവൺമെൻറ് അപ്രൂവ്ഡ് റേറ്റ് 7,500 ആണ്. പക്ഷേ ഒരു 20 വർഷം കഴിയുമ്പോൾ ഈ ഇന്നത്തെ കുറഞ്ഞ വില 15,000 ആണെങ്കിലും ഒരു 20 വർഷം കഴിയുമ്പോൾ അന്നത്തെ കുറഞ്ഞ വില ഒരു 25,000 രൂപ ആയിരിക്കും എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യാണ്. 25 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 18 വർഷത്തെ ഒരു കാൽക്കുലേഷനാണ് ചെയ്യണേ. അപ്പോൾ 25,000 രൂപയാണ് 18 വർഷം കഴിയുമ്പോഴത്തേക്കുള്ളത് എന്നുള്ളൊരു കാൽക്കുലേഷന് ഞാൻ പോവുകയാണ്. അപ്പോൾ പീരിയഡ് 18 ഇയേഴ്സ് ആണേ. പിന്നെ 430 പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അല്ല, ചെടികൾ മേടിക്കാൻ വേണ്ടി 1,29,000 ആവും. പിന്നെ അത്രയും ചെടികൾ 430 പ്ലാന്റുകൾ നടാൻ വേണ്ടിയിട്ട് ഒരു 21,000 രൂപ ആവും. പിന്നെ സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ വെക്കണം. സെക്യൂരിറ്റി ഗാർഡിനെ വെക്കേണ്ട തുക ഞാൻ ഇപ്പോൾ പൂജയായിട്ട് ഇട്ടിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് കം ഫാർമർ എന്നുള്ള രീതിയിൽ അവിടെ ആളിനെ വെച്ച് അവിടെ തന്നെ കൃഷിപ്പണി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം വെച്ച് തന്നെ അവർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അസംഷന് ഞാൻ പൂജയിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഏക്കർ ലാൻഡിന് 50,000 രൂപ വെച്ച് ഒരു സെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ ലാൻഡിന് വേണം. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 51,50,000 രൂപ, 50,500 രൂപയാണ് ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇനി അടുത്ത റിട്ടേൺസ് ഇതിൽ നിന്ന് എന്തൊക്കെ വരുമാനം വരുമെന്നുള്ളൊരു രീതിയിൽ നോക്കാമേ. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന അസംഷൻ 322 പ്ലാന്റ്, അതിൽ നിന്ന് ഓരോ പ്ലാന്റിൽ നിന്ന് 12 കിലോ വെച്ചിട്ട് ആ ഓരോ കിലോയ്ക്ക് 25,000 രൂപ വെച്ചിട്ട് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 9,67,50,000 രൂപയ്ക്ക് വിറ്റ് കിട്ടും എന്നുള്ളൊരു അസംഷനാണുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിച്ച ലാൻഡിൻ്റെ വില ഒരു 20-18 വർഷം കൊണ്ടിട്ട് 50,000 രൂപയ്ക്ക് വാങ്ങിച്ചത് പെർ സെൻറ്റ് 2 ലക്ഷം ആവും. ഇപ്പോൾ 2 ലക്ഷം വെച്ചിട്ട് ഒരു ഏക്കറിന് 2 കോടി രൂപ വാല്യൂ വരും. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 51,50,000 രൂപ ഇന്ന് 11,67,50,000 രൂപയാണ്. അപ്പം 18 വർഷം കൊണ്ടിട്ട് ഇത്രയായി. അപ്പം ഇതിൻ്റെ ഒരു കോമ്പൗണ്ടഡ് ആവറേജ് ഗ്രോസ് റേറ്റ് CAGR എന്ന് പറയും. എന്ന് വെച്ചാൽ ആവറേജ് റേറ്റ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇയർലി 4.5% വെച്ചിട്ടാണ് അത് ഇൻക്രീസ് ആയി കയറി പോകണം. പക്ഷെ നമ്മൾ ഈ ഒരു പരിപാടിയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ 19% വെച്ചിട്ട് ഓരോ വർഷം കയറി പോകും. അപ്പോൾ ഇതൊരു നല്ലൊരു റേറ്റാണ്. 19% റേറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന റേറ്റ്. ഇപ്പോൾ ഗോൾഡിൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ആവറേജ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 11%, 12% ആയിരിക്കും. അപ്പം ഈ ഒരു റേറ്റ് 19%, ഇപ്പോൾ 19% വെച്ച് നമ്മൾ ഇടണ പൈസ ഇരട്ടിക്ക് എത്ര സമയം വേണമെന്ന് വെച്ചാൽ = 72/90. അപ്പം 3.7 ഇയേഴ്സ് കൊണ്ടിട്ട് നമ്മൾ ഇടണ പൈസ ഇരട്ടിക്കും. അപ്പോൾ ഇത് നല്ല കിടിലൻ റിട്ടേൺ തന്നെയാണ് 19%. പിന്നെ നമ്മൾ ഈ അസംഷൻ കറക്റ്റ് തന്നെയെന്ന് വീണ്ടും വാലിഡേറ്റ് ചെയ്യണം. കാര്യം 322 പ്ലാന്റ് ഒരു ഏക്കറിൽ 430 പ്ലാന്റ് നടാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. നെറ്റ് സെർച്ച് ചെയ്ത പ്രകാരം അങ്ങനെയാണ്. ഒരു ചെടിയിൽ നിന്ന് ഒരു 18 വർഷം കൊണ്ട് 12 കിലോ കിട്ടുമെന്നുള്ളതും ആ ഒരു 20 വർഷത്തിൽ 18 വർഷം കഴിയുമ്പോൾ ഒരു കിലോയ്ക്ക് 25,000 രൂപ കിട്ടുമെന്നുള്ളതും ഇതാണ് മെയിൻ 3 അസംഷൻ. അപ്പോൾ ഈ അസംഷനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് 19% റിട്ടേൺ വരുന്നത്.